ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ്സിൻ്റെ ആദ്യത്തെ ചെറിയൊരു പോർഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതും ഡെൽറ്റ വൈ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ഏതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? y = 3x² + എക്സും എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഡെൽറ്റ എക്സ് = 0.5. ഇത് നമ്മൾ നേരത്തെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ് y = x² + 10x represents the distance a bus has travelled in meters after x seconds. Find delta y and the average velocity. അപ്പം ഇതിലും നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡെൽറ്റ വൈയും കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഏത് പോയിൻ്റ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 = 2, ഡെൽറ്റ എക്സ് = 0.5. ഓക്കെ, തന്നിരിക്കുന്നത് ഇതാണ്. y = x² + 10x, x0 = 2, ഡെൽറ്റ എക്സ് = 0.5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ f(x0 + ഡെൽറ്റ എക്സ് മൈനസ് f(x0). ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു f(x0)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0.5 മൈനസ് f(x0). നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തോരും? f(2.5) മൈനസ് f(2). ഓക്കെ, അപ്പോൾ നമ്മൾ f(2.5) കണ്ടുപിടിക്കുക, f(2) കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം f(2.5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ എക്സിന് പകരം 2.5 കൊടുക്കുക. അപ്പം 2.5² + 10 × 2.5. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 31.25 ആണ് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് f(2) കണ്ടുപിടിക്കണം. f(2) എന്താ വരിക? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ 2² + 10 × 2, 4 + 20 എന്ന് പറയുന്നത് എന്ത് വരും? 24. ഓക്കെ, therefore ഡെൽറ്റ വൈ = ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 31.25 മൈനസ് 24. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 7.25 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വൈ നമുക്ക് കിട്ടി. ഡെൽറ്റ വൈൻ്റെ വാല്യൂ എത്രയാണ്? 7.25. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു 7.25 ഡിവൈഡഡ് ബൈ 0.5. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ത് വരും? 14.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വൈൻ്റെ വാല്യൂ x² + 10x, x0 = 2, ഡെൽറ്റ എക്സ് = 0.5. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 7.25ഉം ആവറേജ് വെലോസിറ്റി എന്താ കിട്ടിയിരിക്കുന്നത്? 14.5 മീറ്റർ പെർ സെക്കൻഡുമാണ്. ക്ലിയർ? സെയിം പ്രൊസീജിയർ തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ. അതേ എന്ത്, ജസ്റ്റ് ഈ ഫംഗ്ഷൻ മാറി, x0ൻ്റെ വാല്യൂ മാറി, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് വന്നു. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യനാണ്. ലെറ്റ് y = x² + 3x represents the distance a bus has travelled in meters. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ മാറി. ഫംഗ്ഷൻ എന്താണ്? x² + 3x ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തത്? ആവറേജ് വെലോസിറ്റിയും ഡെൽറ്റ വൈയും ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഏത് ടൈമിൽ? x0 നമുക്ക് തന്നിട്ടുണ്ട്. 4 സെക്കൻഡ്സിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x) = x² + 3x. ഓക്കെ, x0 = 4.
ഓക്കെ, അപ്പം ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുക നമുക്ക് ഇക്വേഷൻ എന്താണെന്നറിയാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ആവറേജ് വെലോസിറ്റി നമ്മൾ എന്തായിരുന്നു ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരിക. 0 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 വരിക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 0 വരുന്ന സിറ്റുവേഷനിലുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, അതിൽ ഡെൽറ്റ വൈ എന്താണെന്നറിയാം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഇപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ്. എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എഫ് ഓഫ് 4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 3x. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 4 പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4 പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഏത് വെച്ചിട്ട്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ്. മാക്സിമം ഇതെന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 2 ഇൻറ്റു 4 8 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ എക്സിൻ്റെ ടേം എത്ര? 8 ഡെൽറ്റ എക്സും ഉണ്ട് 3 ഡെൽറ്റ എക്സും ഉണ്ട്. അപ്പോൾ 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ഏതാണ്? 16 പ്ലസ് 12. അപ്പോൾ എത്ര വരും? 28 ആണ് വരിക. അപ്പോൾ എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 28 വരും. ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് 4 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 4 എന്ന് പറയുന്നത് എക്സ് കാണുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. ഇപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എത്ര വരും? 28. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 28 മൈനസ് എഫ് ഓഫ് 4ൻ്റെ വാല്യൂ. ഇത് എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയത്. ഇവിടെ എഫ് ഓഫ് 4ൻ്റെ വാല്യൂ എന്താ? 28 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. 28ഉം 28ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്തേ വരൂ? 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇതിൽ ആര് കോമൺ ആണ്? ഡെൽറ്റ എക്സ് കോമൺ ആണ്. കോമൺ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഇവിടെ ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആര് വരും? 11 പ്ലസ് ഇവിടെ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ആണുള്ളത്. അതിൻ്റെ അകത്ത് ഒരു ഡെൽറ്റ എക്സ് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്ത് വരും? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത്
ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 11 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അതായത് ആവറേജ് വെലോസിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് 11 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. 0 ഇത് കംപ്ലീറ്റ് 0 എന്നല്ല, അപ്രോക്സിമേറ്റ്ലി 0 എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, therefore ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈക്വൽ ടു എന്ത് വരും? 11 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 11 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇൻ കേസ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ആവറേജ് വെലോസിറ്റിയിൽ ഡെൽറ്റ എക്സ് അപ്രോക്സിമേറ്റ്ലി ഏതുമായിട്ട് 0 കൊടുക്കുക. ഡെൽറ്റ എക്സിന് 0 വാല്യൂ കൊടുത്താൽ കിട്ടുന്നതാണ് ഏത് വരിക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ മാക്സിമം എന്ത് ചെയ്യുക? ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ, അതായത് ഇവിടെ ഡെൽറ്റ എക്സ് എന്താണ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എന്ത് വരും? 11 പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്ര വരും? 11 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെയിം തന്നെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 10x, ഇതാണ് നമ്മളെ ഫങ്ഷൻ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ഏത് പോയിന്റിൽ? x0 എന്നുള്ള പോയിന്റിൽ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ x0ൻ്റെ വാല്യൂ പെർട്ടിക്കുലറായിട്ട് 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൽ ഏത് ആർബിട്രറി ആയിട്ട് തന്നെ ഏത് വാല്യൂ ആണ്? x0 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് x0, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വാട്ട് ടൈം, ഏത് ടൈമിലാണ്, അറ്റ് വാട്ട് ടൈം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ബിക്കം 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഏത് ടൈമിലാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 10 ആയി മാറുക എന്നുള്ളതുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ ചെയ്യുക. ഗിവൺ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 10x ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആവറേജ് വെലോസിറ്റി ആദ്യം കാണണം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പം വി ഹാവ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഈ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം കണ്ടുപിടിക്കുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് പ്രൊസീജിയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സിന് പകരം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, അപ്പോൾ അത് ഇവിടെയും കൊടുക്കുക. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇത് വീണ്ടും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. 10x0 ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കാം. 10 ഇൻറ്റു x0 പ്ലസ് 10 ഡെൽറ്റ എക്സ് വരും. ക്ലിയർ? അതേപോലെ എഫ് ഓഫ് x0 എന്താ വരിക? എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക? x0 കൊടുക്കുക. അപ്പം x0 സ്ക്വയർ പ്ലസ് 10x0. Therefore ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, x0 സ്ക്വയർ പ്ലസ് 2x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 10x0 പ്ലസ് 10 ഡെൽറ്റ എക്സ്. ഇതാണ് എത്രയും പോർഷൻ
എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, മൈനസ് ഏതിൻ്റെ വാല്യൂ കൊടുക്കണം? എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് വരും? എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 10 എക്സ് നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് which is equal to x naught square plus 2x naught delta x plus delta x whole square plus 10x naught plus 10 delta x minus x naught square minus 10 x naught. ക്ലിയർ അല്ലേ? ഇത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ രണ്ടും എന്തായിട്ട് വരും? മൈനസ് വരും. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? എക്സ് നോട്ട് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. 10x നോട്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുക? 2x നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് 10 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ എല്ലാത്തിലും ഏതുണ്ട്? ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പം ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു 2x നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2x നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 10. ഓക്കെ, ഇതാണ് നമ്മൾ ഏത് വരുന്നത്? ആവറേജ് വെലോസിറ്റി വരുന്നത്. ഇതാണ് ആവറേജ് വെലോസിറ്റി വരുന്നത്. ആവറേജ് വെലോസിറ്റിയിൽ ഈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, therefore instantaneous velocity equal to ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ത് വരും? 2x നോട്ട് പ്ലസ് 10 വരും. ഡെൽറ്റ എക്സിന് 0 കൊടുക്കുക. ഇവിടെ നേരത്തെ ചെയ്ത പ്രോബ്ലത്തൊന്നല്ല വ്യത്യാസം ഉള്ളത് എവിടെയാണ്? ഇവിടെ ആർബിട്രറി എക്സ് നോട്ടാണ് തന്നത്. മറ്റുള്ള പ്രോബ്ലത്തിൽ ഈ എക്സ് നോട്ടിൻ്റെ വാല്യൂ ഒരു 2 ആണ്, 4 ആണ്, അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്? 2x നോട്ട് പ്ലസ് 10 ആണ് വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബി ആണ്. ബിയിൽ എന്താ പറയുന്നത്? അറ്റ് വാട്ട് ടൈം ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഏത് ടൈമിലാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 10 ആവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് എന്താണെന്നറിയാം? 2x നോട്ട് പ്ലസ് 10. അത് എപ്പോഴാണ് 10 ആവുക? ഏത് ടൈമിലാണ്? ഇതിൻ്റെ അകത്ത് നമുക്കെങ്ങനെ എഴുതാം? 2x നോട്ട് ഇസ് ഈക്വൽ ടു 10 മൈനസ് 10. 10 മൈനസ് 10 എന്താണ്? 0, വിച്ച് ഇംപ്ലൈസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. അതായത് 0 സെക്കൻഡിലാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്ര വരുന്നത്? 10 വരുന്നത്. 0 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് വരുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 10 വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുമില്ല, ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് കടക്കുകയാണ്? ഡെറിവേറ്റീവിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഡെറിവേറ്റീവിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആവറേജ് വെലോസിറ്റിയും നമ്മൾ പിന്നെ അടുത്തത് പറയാൻ പോകുന്ന സ്ലോപ്പാണ്. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും എന്തിനാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവിനെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്ര വരുന്നത്? 0 വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.